എന്തേലും ഒരു സ്ഥലത്ത് ഞാനൊന്നും കൊണ്ടുവച്ച അതിനങ്ങ് ഉടനെ ഞാൻ ഇച്ചിരി കാശ് അവിടെ വെച്ചിരുന്ന എന്ത് ചെയ്ത്? ഏത് കാശ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നീ കാണാതിരിക്കൊന്നുമില്ല. ഞാൻ അവിടെ ഓപ്പൺ ആയിട്ട് തന്നെ വെച്ചിരുന്നേ. അങ്ങനെ തമാശ കളിക്കരുത്. കണ്ടില്ല കാശ് വെച്ചത് എന്റെ കയ്യിൽ കിട്ടിയില്ല. നീ അല്ല പിന്നെ ഇവിടെ വേറെ ആരും തക്കളി എടുക്കൊന്നുമില്ല. ഞാൻ അവിടെ ഒരു 10 രൂപയും ചില്ലറ ഇരിക്കണ കണ്ടു. അല്ല അത് തന്നെ ഞാൻ ചോദിച്ചത് എവിടെ? അതാണോ? എന്താ അത് കാശല്ലേ? അത് കാശ് തന്നെ. ഇന്ന് അതുകൊണ്ട് നീ ബിസിനസ് ചെയ്യാൻ പോണ്ടോ? ഞാനേ അത് പോണ വഴിക്ക് കാണിക്കപ്പെട്ടിയിൽ ഇടാൻ നേർച്ച നിന്നിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നടാ ഇത് ഇവിടെ ഇരിപ്പുണ്ടായല്ലോ. അത് ഞാൻ എടുക്ക്. ചില്ലറ പൈസ കാണാനില്ല. 10 രൂപ ഇരിപ്പുണ്ട്. അവള് കാശ് കൊടുക്കല് ഇട്ടിട്ടുണ്ടോ? യോ അങ്ങോട്ട് വെക്കല്ലേ പൊന്നു ക്ലീറ്റോ. ആൾക്കാർ കാണും 10 രൂപ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കും. വല്ല കടലാസി പൊഞ്ഞു വെക്ക്. അതെ, എന്നെ പോലെ ഒരു പ്രമുഖന് സത്യത്തിൽ പോക്കറ്റിൽ പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളത് ഇറങ്ങിയ എല്ലാം എന്ത് ഒന്നിനും പൈസ ഇല്ലാഞ്ഞിട്ടല്ല. അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. നീ നിനക്ക് ചായ കുടിച്ചിട്ട് അല്ല എന്ത് ഫോണ് പോണ പാർട്ടി ഓഫീസിൽ രാവിലെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ചായ കുടിച്ചിട്ട് പോ. ചായ എടുക്ക്. കുടിച്ചിട്ട് പോകുന്ന ഞാൻ അടുക്കള വന്ന് ചായ എടുക്കണോ? എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡലി വേഗട്ടെ. ചട്നി റെഡിയാണ്. ഇഡലിയാ? എന്റെ കർത്താവേ, ഇത് എന്തോ ഇഡലി വാരോ? ഈ ഒരു കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് ഇഡലി തന്നെ. വേറെ ഒന്നും നിനക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ? അപ്പൊ ഉപ്മാവ് ഉണ്ടാക്കി തരുമ്പോ പറയും എന്നും ഉപ്മാവെന്ന്. കഴിഞ്ഞ ആഴ്ച മുഴുവനും ഉപ്മാവായിരുന്നു. ഇപ്പൊ അതാ ഇന്നിപ്പോ 4 ദിവസമായിട്ട് ഇഡലിയാ. കഴിഞ്ഞ ആഴ്ച ഇവിടെ കുറച്ച് റവ ഇരിപ്പുണ്ടായി. അത് തീർന്ന വരെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കും. ഇപ്പൊ കുറച്ച് ഉഴുന്നിരിപ്പുണ്ട്. അത് തീർന്ന വരെ ഇഡലി ഉണ്ടാക്കും. ഈ ഉഴുന്ന് എന്ന് തീരും? 2 ദിവസം കൂടി ഉണ്ട്. ഓ, അപ്പൊ ഇനി അടുത്ത ആഴ്ച എന്താണാവോ? നിങ്ങൾക്ക് അങ്ങനെ തിന്നാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഹോട്ടലുകാരന്റെ മോളെയും കടന്നായിരുന്നു. നീ അതൊന്നും പറയണ്ട. ആ സുജ ഹോട്ടല് അവള് ഒരുപാട് പ്രാവശ്യം എന്നെ ലെറ്ററൊക്കെ തന്നെ തന്നെ. പിന്നെ എന്തോ കഷ്ടകാലത്തിന് ഞാനും ഇത് വന്ന് തലയിൽ വീണില്ലേ? ഇല്ലെങ്കിൽ ഞാനിപ്പോ ഹോട്ടലിലെ മുതലാളിയായിട്ട് അങ്ങനെ ഇരുന്നേനെ. എന്തിനാ ക്ലീറ്റോ ആ പെണ്ണിനെ ഒന്ന് നോക്കായിരുന്നില്ലേ ക്ലീറ്റോ? ഞാൻ രക്ഷപ്പെട്ടേനെ. അങ്ങനെ എനിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഏതെങ്കിലും പട്ടാളക്കാരനെ കെട്ടി ലീവിന് ഞങ്ങൾ നാട്ടിൽ വരുമ്പം ഞങ്ങൾക്ക് 2 പിള്ളേരും ലീവിന് നാട്ടിൽ വരുമ്പോ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്ന് പൊറോട്ട അടിക്കണം. എന്ത് രസമായിരിക്കില്ലേ? നടക്കാത്ത എത്ര വലിയ സ്വപ്നം. നിന്നെ പട്ടാളക്കാരൻ കെട്ടാങ്ങ് വരെയല്ലേ ഈ മുതലിനെ. എന്താ എല്ലാരും എന്നെ പോലെ കണ്ണുപെട്ടണമെന്നല്ല. ചായയൊക്കെ തരാം. സ്കൂള് തുറക്കാൻ പോവാട്ടോ. സ്കൂള് തുറക്കട്ടെ. അതിനിപ്പോ എന്ത്? സ്കൂള് തുറക്കും. സ്കൂൾ അടച്ചാ തുറക്കണമല്ലോ. പിന്നെ പിന്നത്തെ ആഴ്ച നമുക്ക് സ്കൂളിൽ നിന്ന് പുസ്തകവും ബുക്കൊക്കെ കൊടുക്കും. എന്തോ പുസ്തകവും ബുക്കും 3500 രൂപ എഴുതി കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. അതിന് സമയമാകുമ്പോ അതൊക്കെ നടക്കും. അതിനിപ്പോ എന്താണ്? ഇതിപ്പോ പുതിയ കാര്യമൊന്നും അല്ലല്ലോ സ്കൂള് തുറക്കണതും. ഇനി സ്കൂള് അത് നീട്ടണോ? നടക്കൂല. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഞാൻ നോക്കായിരുന്നു. അയ്യോ തമാശ പറയല്ലേ. കാര്യമായിട്ട് പറഞ്ഞതാണ്. പുസ്തകം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് 3500 രൂപ. 2 ജോഡി യൂണിഫോം, ബാഗ് മുതൽ എല്ലാ സാധനങ്ങളും മേടിക്കും. കാര്യം ഞാൻ ചോദിച്ചോട്ട്, എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. കുറെ കണക്ക് പറയും. അത് ഞാൻ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ പറഞ്ഞത്. അപ്പോഴല്ലേ ക്ലീറ്റോൻ എനിക്ക് കിട്ടുള്ളൂ. അല്ലാത്തപ്പോ പാർട്ടീനെ ഉദ്ധരിക്കാൻ നടക്കുകയല്ലേ ക്ലീറ്റോ. ഇത്രയും നാൾ ഇതൊക്കെ നടന്നല്ലോ. ഇനി അതെല്ലാം കൃത്യമായിട്ട് അതുപോലെ നടന്നോളൂ. എങ്ങനെ നടക്കും? അങ്ങ് നടക്കും അതിന്റെ രീതിക്ക്. ക്ലീറ്റോ എന്തെങ്കിലും വഴി കണ്ടോട്ടോ. എന്തോ നടക്കളയത്? എന്താണ് ഇപ്പൊ അതിനിടയ്ക്ക് അവിടെ ചെന്ന് അതിൽ കയറി പിടിക്കേണ്ട ആവശ്യമല്ലോ? ഡാഡിയുടെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അത് വീണ് പൊട്ടൂലായിരുന്നോ? എന്താടി കൊച്ചേ രാവിലെ ഇങ്ങനെ നടക്കുക? അവൾ എവിടെ കമ്പം കയറി? ഞാൻ അവിടെ നിന്റെ എന്തോ ഇരിക്കണം ഇവിടെ ഇത്രയ്ക്ക് വന്നിട്ട് എടുക്കാൻ. ഇരിക്കുന്നതൊക്കെ പൊട്ടിപ്പോയാലോ? ഓ, വെക്കേഷനായിട്ട് വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കല പരിപാടി. ഞാൻ ടിവി കാണുമ്പോ പറയും കണ്ണു പോകുമെന്ന്. കുട്ടികളോട് കളിക്കുമ്പോ പറയും വെയിലത്തിറങ്ങിയ കറുത്തു പോകുന്നു. ആരോടെ കളിക്കും? എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറയാം. അപ്പൊ സമയമില്ല, പറ്റൂല. എനിക്കല്ലേ ബോറടിക്കൂലേ? വായിക്ക്. അപ്പൊ ബോറടിക്കൂല. സ്കൂളുള്ള സമയത്ത് ഒരുപാട് ചെയ്തിട്ടല്ലേ എനിക്ക് വയ്യ. ബോറടിക്കണെങ്കിലേ ഒറ്റ അടി അങ്ങ് തിരിച്ചു കൊടുക്കും. ഓ, വലിയ ബോറടി ആർക്കും എന്നെ ഇഷ്ടമല്ല. വെക്കേഷൻ ആയിട്ട് എന്നെ എങ്ങും കൊണ്ടുപോയില്ലല്ലോ. ദേഷ്യം നോക്ക്. തള്ളയുടെ അതേ ദേഷ്യ സ്വഭാവം വാർത്ത് വെച്ചിട്ടുണ്ട് കൊച്ചിന്. ഇനി എന്നെ കുറ്റം പറഞ്ഞോ? അതാണല്ലോ സ്വഭാവം. നല്ലതെല്ലാം നിങ്ങളുടെ, പൊട്ടയല്ല എന്റെ. അതിന് സംശയം ഉണ്ടോ? സൗന്ദര്യം കൊച്ചിന് എന്റെ സൗന്ദര്യം അതുപോലെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, എന്ത് സാധനം? സൗന്ദര്യം, ബ്യൂട്ടി. ബ്യൂട്ടി എവിടെ ഇല്ലാത്ത കൊച്ചിന്? അത് നല്ല സുന്ദരി തന്നെ. നിങ്ങൾക്ക് എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് എന്താണ് ഒരു കുറവ്? പൊറോട്ടയ്ക്ക് മാവ് ഒഴിച്ച പോലെ ഒരു മോന്തെ, 2 മുന്തിരിങ്ങ കണ്ണു. തീർന്നു. ഇതാരാണ് പറയണത്? പൊറോട്ട വേവിക്കണ കല്ലില്ലേ, കരിങ്കല്ലാണ് പൊറോട്ട കുറ്റം പറയണം. പോടി അവിടെ നിന്ന്. വലിയൊരു സൗന്ദര്യത്തിന്റെ മൂർത്തി ഭാവം.
അവിടെ പട്ടികളെ എല്ലാം കയറി അങ്ങ് നിറയും. ഓ കൊച്ചമ്മ ഏമാനൊന്നും ഇല്ലേ, വന്നില്ലേ? പെണ്ണും വെള്ളം ഒന്ന് തുമ്മിയാ ഉടനെ ടൂറ് പോകും. ഇങ്ങനെ ഒരു അച്ചിക്ക് വന്ന് ഈ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞ എല്ലാ അച്ചിക്ക് വന്നമാരും കഷ്ടം. സമാധാനം ഉണ്ട് എന്തായാലും ബാക്കിയുള്ളവർക്ക്. ആ ചക്കക്കുരുവാ അപ്പൊ ആർക്കും വേണ്ട നടന്ന് ചക്കയുടെ ഡിമാൻഡ് നോക്കണേ. ഇതൊക്കെ നല്ല ഗുണമുള്ള സാധനം. ക്യാൻസർ വരൂല ഇതൊക്കെ തിന്ന. ക്യാൻസർ വരൂല, പക്ഷെ മറ്റു പല രോഗങ്ങളും വരും. അതെ മിണ്ടൂല. ഈ ചക്കക്കുരുന്ന് പുഴുങ്ങണമുള്ള എവക്ക് കൊടുക്കരുത്. എവിടെ മാറ്റി കിടന്നു ചിരിക്കൂല വിളക്കോ? കാര്യം എന്ത്? ഇന്ന് രാവിലെ മുതൽ ഇടം തിരിവാ. അത് കളിട്ടോ. ഓ അതിന്റെ വിളക്കാണോ ഇതേ? ഇവിടെ ഒരാളിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. ഉഴുന്നുവട. മധുചേട്ടൻ്റെ കടയിൽ ഞാനേ ഇങ്ങോട്ട് വന്നാൽ അങ്ങനെ ചൂടോടെ പൊരിച്ചോണ്ടിരിക്കണ്. അടിപൊളി. എൻ്റെ അമ്മ ഇച്ചിരി ചമ്മന്തിയും കൂടി കണ്ടതായിരുന്നു. ഇത് കണ്ടാ ഉഴുന്നുവട? എന്തൊരു മണം. മണല്ലേ? പക്ഷെ അവൾക്ക് വേണ്ട, അവള് തിന്നൂല. ആര് പറഞ്ഞു? പിന്നെ എനിക്ക് വേണ്ട. എനിക്ക് വേണം. അത് കണ്ണ് തുറന്ന് നോക്കിയിട്ട് വേണ്ടാന്നൊന്ന് പറയേ. അവക്ക് വേണ്ടാന്ന് കൊണ്ടുപോവാ. നിനക്ക് കഴിക്കാം. പകുതി പ്രതി എടുക്ക. എനിക്കൊരെണ്ണം വേണം. ഓ എണ്ണ അത്രയും കുറഞ്ഞിരിക്കട്ടെന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ? മണം അങ്ങനെ ഉണ്ടല്ലേ? ഇച്ചിരി ചട്നി കൂടെ ആയാലോ? സൂപ്പർ സൂപ്പർ. ഇതിന് ചട്നി വേണ്ട. എന്തൊരു സ്വാദ്. ഹലോ അധികം ചാട കാണിക്കാതെ അങ്ങോട്ട് എടുത്ത് കഴിക്കും കേട്ടാ. എനിക്ക് കനകമാമനെ കാണണം. ഉഴുന്നോടെ കഴിക്കുന്നീ. അവക്ക് ഇത് രാവിലെ മുതൽ തുടങ്ങിയത് അവിടെ കൊണ്ടുവന്ന് നോക്കാൻ വേണ്ടിട്ട്. കനകമാമനെ കാണണം. കനകമാമനെ കണ്ടാ നീ ഇവിടെ ഉഴുന്നുവട കഴിക്കുമോ? പ്രശ്നം തീരുമല്ലോ. അളിയാ കനകമാമൻ. എനിക്ക് എവിടെ പോണോന്ന്. എവിടെ പോണോന്നാ? എനിക്ക് ജമന്തി അമ്മയൊക്കെ കാണണം. ഗ്രൂപ്പ് ഫോട്ടോയിൽ എല്ലാരും ഉണ്ട്. അഴകേശ അപ്പൂപ്പനും ഉണ്ട്. എല്ലാരും ഇതിലുണ്ട്. കളിക്കല്ലേ ഡാഡി. എനിക്ക് എന്നെ ആലപ്പുഴ കൊണ്ടാക്ക ഡാഡി. അയ്യോ വേറെ എങ്ങും പോണ്ട മോക്ക്. നീ വട എടുത്ത് കഴിക്കും. പിന്നെ എന്നെ വേറെ ആരെങ്കിലും കറങ്ങാൻ കൊണ്ടോ? ഇല്ലല്ലോ. കൊണ്ടുപോവോ? ഈ വെയിലത്ത് കറങ്ങാനൊക്കെ പോവാന്ന് പറഞ്ഞാ ശരി. അപ്പൊ എന്നെ ആലപ്പുഴ കൊണ്ടുപോക്ക. അവിടെ എന്തെല്ലാം ഉണ്ട് ഡാഡി. മീൻ പിടിക്കാൻ പറ്റും, പിന്നെ അവിടെ ബീച്ചുണ്ട്, പിന്നെ കായലിൽ കുളിക്കാൻ. എന്നെ കൊണ്ടുപോവാ ഡാഡി പ്ലീസ്. ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു അവിടെ ഇതൊക്കെ ഉണ്ടെന്ന്? തങ്ക ഇത് എവിടെയാണ്? തങ്ക ഇത് എവിടെയാണ് പോണെന്ന് പറയണത്? അന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴ വേറെ രാജ്യമൊന്നും അല്ലല്ലോ. ഇവിടുന്ന് 2 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. 2 മണിക്കൂർ പറഞ്ഞാൽ 2 മണിക്കൂർ തന്നെ. എനിക്ക് 2 മണിക്കൂർ അങ്ങനെ മാറിക്കാനൊന്നും പറ്റില്ല. അതല്ലേ? അല്ല കൊണ്ടുപോയ 10 രൂപ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. എവിടുന്ന് മേടിച്ചു വന്നത്? അതാണ് എന്നെ പോലെ ഒരു പ്രമുഖന് ഇതൊന്നും വാങ്ങാൻ കാശ് വേണ്ട. നീ ഇതെടുത്ത് കഴിക്കുക. ഞാൻ കഴിക്കാം. ഇത് എന്തൊരു കൊണ്ടാക്ക്. ഞാനും ഓർക്ക് കുറെ ദിവസമായി അവരെല്ലാരും ഒന്ന് കാണാൻ തോന്നുന്നു. ചുമ്മാ അങ്ങോട്ട് പോകാൻ പറ്റുമോ? അളിയനെ കാണാനൊക്കെ പോകണേ. പോകുമ്പോ അതിന്റെ രീതിക്ക് വേണം പോവാൻ. അതുമില്ല. അതെന്തെങ്കിലും ചെയ്യാൻ. ശരി എന്നാ പിന്നെ അപ്രൂവ്ഡ്. അമ്മ അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം. ചിരിച്ചായിട്ട് തന്നെ പോവാ. ഒരാഴ്ച? അതൊന്നും വേണ്ട. ഒരാഴ്ച നിൽക്കട്ടെ. നമുക്ക് നാളെ കൂടെ പോരാല്ലോ. എടീ എവളെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. വേണ്ട കഴിച്ചു. എനിക്ക് വേണ്ട. ഞാൻ കഴിച്ചവിടെ നിന്ന് ചായ ഇട്ട് കുടിച്ചില്ല. നീ കഴിക്കും. പിന്നെ ഇവിടെ അങ്ങനെ അങ്ങോട്ട് നിർത്തിയാൽ ശരിയാവില്ല. വഷളായി പോകും. പിന്നെ പിന്നെന്ത്? അവനാണെങ്കിൽ കൊണ്ടുവന്ന് കൊഞ്ചിച്ച് പിന്നെ പിള്ളേര് സ്നേഹിക്കാനല്ലോ. ചെന്ന് തുടങ്ങി ആലപ്പുഴ പോവാന്ന് പറഞ്ഞപ്പോ. ചായ അമ്മ ഇതൊന്ന് അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇട്ട് തരാം മോനെ. ആലപ്പുഴ പോയിട്ട് കുറെ നാളായില്ല അളിയനുമായിട്ട് കൂടി ഒരു 2 എണ്ണം അടിച്ചിട്ട്. എന്നിട്ട് എനിക്ക് കുറച്ച് കൊച്ചു വർത്താനം പറയണം. കുറെ ദിവസമായി എന്റെ നാക്കേ. ഇല്ല പോണം. ഇനിയിപ്പോ ഇല്ല. തീരുമാനമായി. അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കാനാണെങ്കിൽ ക്ലീറ്റ് പോകണ്ട. ഞാനും തപ്പുമ്പോഴും കൂടി പോയിട്ട് വരാം. സത്യം പറയല്ല, കുറച്ച് ദിവസം എന്റെ നാക്കിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അത് ഞാൻ മാറ്റിത്തരാം. അത് വേണ്ട, അത് പറ്റില്ല. അത് അളിയനുമായിട്ട് എനിക്ക് മിണ്ടിയും പറഞ്ഞ് എന്തെങ്കിലും ഇരിക്കണം. പക്ഷെ അമ്മാവനെയും കൂടെ അങ്ങോട്ട് കൂട്ടിയാലോ? അമ്മാവനും കൂടെ ഒരു അറിയിപ്പ് കൊടുക്കാം. നീ ചുമ്മാ ഇതൊക്കെ ഒരു രസമല്ലേ തങ്കം? അമ്മാവൻ അന്ന് പോയൊരു പോക്കാ. പിന്നെ ഈ വഴിക്ക് കിടന്നിട്ടില്ല. അതൊന്നുമല്ല, ഞാൻ വിളിച്ചാൽ വരും അമ്മാവൻ.